ഇവിടുത്തെ മീൻകാരൻ ചേട്ടൻ ഒരുവിധം വലിയ മീനൊക്കെ മുറിച്ച് ക്ലീനാക്കി തരും. അപ്പോൾ ഇന്ന് ഞാൻ അയിലയാണ് കേട്ടോ വാങ്ങിച്ചത്. മീഡിയം സൈസ് അയിലയായിരുന്നു. ഇതാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ ഇതിൽ ഞാൻ ഒരു 4 എണ്ണം എടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് വറുക്കാനായിട്ട് മാറ്റി വെച്ചു. ബാക്കി തേങ്ങയും മുളകും ഒക്കെ അരച്ചിട്ട് കറി ഉണ്ടാക്കാം. അപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. തേങ്ങ എരിവിനാവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. പിന്നെ കുടംപുളി ചട്ടി വെച്ചിട്ട് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചതച്ച് വെച്ചേക്കുന്നതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പും അതുപോലെ നമ്മൾ എടുത്ത് വെച്ചേക്കണ കുടംപുളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. മീനൊക്കെ വെന്തിട്ട് എണ്ണയൊക്കെ അങ്ങനെ തെളിഞ്ഞ് വരണം. അപ്പോൾ നമ്മുടെ തേങ്ങ മുളക് അരച്ച കറി റെഡി.